നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അങ്ങനെ LDFിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക പൂർണ്ണമായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം 15 സീറ്റുകളിലേക്കുള്ള CPMൻ്റെ സ്ഥാനാർത്ഥി പട്ടിക വന്നു. ഇന്ന് CPIയുടെ സ്ഥാനാർത്ഥി പട്ടിക 4 മണ്ഡലങ്ങളിൽ തിരുവനന്തപുരം, തൃശ്ശൂർ, മാവേലിക്കര, വയനാട്. CPIക്കുള്ള 4 മണ്ഡലങ്ങളിൽ 3 എണ്ണവും സ്റ്റാർ മണ്ഡലങ്ങൾ തന്നെയാണിപ്പോൾ. 1 തിരുവനന്തപുരം, 2 തൃശ്ശൂർ, 3 വയനാട്. വയനാട് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതുകൊണ്ട്, തൃശ്ശൂർ സുരേഷ് ഗോപി എടുക്കാൻ തയ്യാറെടുത്ത് നിൽക്കുന്നത് കൊണ്ട് അത് എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് VS സുനിൽകുമാറിനെയാണ് ഇറക്കിയിരിക്കുന്നത്. 2016 ഒന്നാം പിണറായി വിജയൻ സർക്കാരിലെ കൃഷി വകുപ്പ് മന്ത്രി VS സുനിൽകുമാർ. ഈ 4 പേരിൽ പ്രധാനി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏറെ സാധ്യത കാണുന്നത് തൃശ്ശൂരിൽ മാത്രമാണ്. തിരുവനന്തപുരം എന്ന് പറയുന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം A ക്ലാസ് മണ്ഡലങ്ങളിൽ ഒന്നാണ്. തിരുവനന്തപുരവും തൃശ്ശൂരുമാണ് അവർ നോട്ടമിട്ടിരിക്കുന്നത്. 2009 നഷ്ടപ്പെട്ടു പോയ മണ്ഡലമാണ് തിരുവനന്തപുരം. ശശി തരൂർ കൊണ്ടുപോയി. 2009-ലും 2014-ലും 2019-ലും ശശി തരൂർ വിജയശ്രീ ലാളിതനായിട്ടങ്ങ് പോയി. ഇനിയിപ്പോൾ 2024-ലും വളരെ പൂർവാധികം ശക്തിയോടുകൂടി തന്നെ തരൂർ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ BJPയുടെ സ്ഥാനാർത്ഥി പട്ടിക കൂടി വരാനുണ്ട്. അപ്പോഴായിരിക്കും തിരുവനന്തപുരത്തെ മത്സരത്തിൻ്റെ തീവ്രത അറിയാൻ കിടക്കുന്നത്. തിരുവനന്തപുരത്ത് CPIയുടെ സ്ഥാനാർത്ഥി ഇപ്പോൾ പന്ന്യൻ രവീന്ദ്രനാണ്. പന്ന്യൻ രവീന്ദ്രൻ മുമ്പൊരിക്കൽ ഉപതെരഞ്ഞെടുപ്പിലൂടെ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ സമയമല്ല, ആ രാഷ്ട്രീയ കാലാവസ്ഥയല്ല ഇപ്പോൾ ഉള്ളതെന്ന് CPIക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോയി. പന്ന്യൻ രവീന്ദ്രൻ ഏറെ നോക്കി മത്സര രംഗത്ത് നിന്ന് മാറി നിൽക്കാനായിട്ട്. പന്ന്യൻ അറിയാം ഇവിടുത്തെ രാഷ്ട്രീയ സ്ഥിതി. മത്സരത്തിൽ നിന്ന് കഴിഞ്ഞാൽ തോൽവി ഉറപ്പാണെന്ന്. CPIക്ക് 3-ാം സ്ഥാനമായി പോയ മണ്ഡലമാണ് തിരുവനന്തപുരം. പിടികിട്ടാതെ പോയി എന്നുള്ളതാണ് CPIക്ക്. BJP ഏതാണ്ട് വിജയത്തോടടുത്ത് നിൽക്കുന്ന മണ്ഡലം കൂടിയാണ്. അതുകൊണ്ട് CPIക്ക് ഇനി അങ്ങോട്ട്, അതായത് തിരുവനന്തപുരത്ത്, വയനാട്ടിൽ ആനി രാജ. ഈ ആനി രാജയെ വയനാട്ടിലുള്ള എത്ര പേർക്ക് അറിയാം? രാഹുൽ ഗാന്ധിക്കെതിരെയാണ് മത്സരിക്കുന്നത്. വേറെ എതിരെയുള്ള ആർക്കെങ്കിലും? രാഹുൽ ഗാന്ധി ദേശീയ നേതാവ്. അതുകൊണ്ട് തന്നെയാണ് ദേശീയ നേതാവെന്നുള്ള പട്ടം ചാർത്തി ആനി രാജയെ ഇങ്ങോട്ട് ഇറക്കിയിരിക്കുന്നത്. MM മണിയോട് ചോദിച്ചാൽ MM മണി പറയും, CPIക്ക് എത്ര പേരുണ്ട് ഇവിടെ? ഞങ്ങളില്ലായിരുന്നുവെങ്കിൽ CPIയുടെ ആരെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ച് കാണിക്കുക എന്ന് MM മണി ചോദിച്ചു കളയും. പിന്നെ മാവേലിക്കരയിൽ 8-9 തവണയായിട്ട് കൊടിക്കുന്നിൽ സുരേഷ് അങ്ങനെ കൊമ്പ് കോർത്ത് നിൽക്കുന്ന ഇടമാണ്. അവിടെയാണിപ്പോൾ അരുൺകുമാറിനെ മത്സരിപ്പിക്കാനായിട്ട് ഇറക്കിയിരിക്കുന്നത്. അതിലെത്രത്തോളം സാധ്യത എന്ന് പറയുന്നത്, ഒരുപക്ഷെ കൊടിക്കുന്നിലിനെ മടുത്തിട്ട് ചിലപ്പോൾ CPIക്ക് വിജയം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അവിടെ BJPയും സജീവമായിട്ട് രംഗത്തുണ്ട്. പക്ഷേ ഇതിൽ അതിപ്രധാനമായിട്ട് എടുക്കേണ്ടത് തിരുവനന്തപുരവും തൃശ്ശൂരുമാണ്. തൃശ്ശൂരിലാണ് അതിശക്തമായ, ഇപ്പോൾ അവിടെ തൃശ്ശൂരിൽ 3-ാം സ്ഥാനത്തേക്ക് പോകാൻ സാധ്യത കാണുന്നത് പ്രതാപനായിരിക്കും. പ്രതാപൻ്റെ പ്രതാപം വീണ്ടെടുക്കാൻ എന്നൊക്കെ പറഞ്ഞ് ചുവരെഴുത്ത് വന്നിട്ടുണ്ട്. പക്ഷേ പ്രതാപൻ്റെ പ്രതാപം അവിടെ അസ്തമിച്ചിരിക്കുകയാണ്. എന്തായാലും ഒന്നുകിൽ സുരേഷ് ഗോപി അല്ലെന്നുണ്ടെങ്കിൽ സുനിൽകുമാർ എന്നുള്ള രീതിയിൽ തന്നെ കാര്യങ്ങൾ പോകും. കാരണം തൃശ്ശൂരിനെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ആളാണ് സുനിൽകുമാർ. ഒരുപക്ഷെ സുരേഷ് ഗോപിയേക്കാൾ മണ്ഡലം മനസ്സിലാക്കിയിട്ടുള്ളത്, ഒരു രാഷ്ട്രീയക്കാരൻ്റേതായ രീതി, ഒരു ഭരണ നൈപുണ്യം, ഒരു കർഷകൻ, ഇങ്ങനെ ഇത്തരത്തിലുള്ള നിരവധി ഗുണങ്ങൾ അദ്ദേഹത്തിനുണ്ട്. പിന്നെ അവിടുത്തെ ഈ സഭാ നേതാക്കളും ഒക്കെയായിട്ട് വലിയ ബന്ധം പുലർത്തുന്ന ആൾ കൂടിയാണ് സുനിൽകുമാർ. സുനിൽകുമാറിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു എതിരഭിപ്രായം ഒന്നും പറയാനില്ല എന്നുള്ളതാണ്. ഇവിടെ തിരുവനന്തപുരത്തായാലും പന്ന്യൻ രവീന്ദ്രനെ കുറിച്ച് ഒരു എതിരഭിപ്രായം ഒന്നും പറയുന്നില്ല.
പന്ന്യൻ രവീന്ദ്രൻ വെറും സാധാരണക്കാരനായിട്ട് ആണ് ഇവിടെ തിരുവനന്തപുരത്തോടി നടക്കുന്നത്. വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് നമ്മുടെ സെക്രട്ടേറിയറ്റിന് എതിർവശത്തുള്ള തട്ടുകടയിൽ നിന്ന് ചായയും കുടിച്ച് സമീപത്തുള്ള ബുക്ക് സ്റ്റാളിലും, അതായത് അതുപോലെ തന്നെ അവിടെ വഴിയോര പാതയിലുള്ള ബുക്ക് സ്റ്റാളിലും ഒക്കെ അദ്ദേഹം കയറി മാസികയൊക്കെ വായിച്ച് സാഹിത്യ രാഷ്ട്രീയ തൽപരരായവരോടൊക്കെ വർത്തമാനം ഒക്കെ പറഞ്ഞ് ഇങ്ങനെ അവിടെ നിന്ന് തിരികെ തൈക്കാട് MN സ്മാരകത്തിലേക്ക് നടന്നു പോകുന്ന പന്ന്യനെ ഏവർക്കും കാണാൻ കഴിഞ്ഞിട്ടുള്ളതാണ്. അത് അദ്ദേഹത്തിൻ്റെ ഒരു ലാളിത്യമാണ്. അത് സമ്മതിച്ചു കൊടുത്തേ പറ്റുകയുള്ളൂ. CPIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടിരിക്കുന്ന സമയത്ത് പന്ന്യൻ രവീന്ദ്രൻ ഇങ്ങനെ സെക്രട്ടേറിയറ്റിന് എതിർവശത്തുകൂടി നടന്നു പോകുമ്പോൾ ആ മറുഭാഗത്തുകൂടി CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ അങ്ങനെ ഇന്നോവ കാറിൽ മലർന്നടിച്ച് കടന്നു പോകുന്നത് ഞങ്ങൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ CPIക്കാരെ സംബന്ധിച്ചിടത്തോളം മൊത്തത്തിലെ ലാളിത്യമുള്ളവരാണ്. നമ്മൾ അച്യുതമേനോനെയും PK വാസുദേവൻ നായരെയൊക്കെ നോക്കുക. ഇവിടെ തിരുവനന്തപുരത്ത് വമ്പന്മാരെ, CPIയിലുള്ള വമ്പന്മാരെ ഒക്കെ തന്നെ വാഴ്ത്തുകയും വീഴ്ത്തുകയും ചെയ്തിട്ടുള്ള ഇടം കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും പന്ന്യൻ രവീന്ദ്രൻ ഇവിടെ എത്രത്തോളം വിജയസാധ്യത ഉണ്ട് എന്നുള്ളത് അദ്ദേഹത്തിന് തന്നെ നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് പിന്മാറ്റം നടത്തിയതും എന്നുള്ളത്. ആനി രാജയുടെ വിജയത്തെക്കുറിച്ച് ഒന്നുമേ പറയാനില്ല. അവിടെ പരാജയം നമുക്ക് നേരത്തെ തന്നെ ഉറപ്പാക്കി വയ്ക്കാവുന്ന കാര്യവുമാണ്. അപ്പോൾ എന്തായാലും പിന്നെ CPI എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ CPIയുടെ മണ്ഡലത്തിൽ ഒന്നും തന്നെ CPMകാർ എത്രത്തോളം പ്രവർത്തിക്കുമെന്നാണ് അറിയേണ്ടത്. ഇവരെല്ലാം തൊട്ടടുത്തുള്ള അയൽ മണ്ഡലങ്ങളിലേക്ക് പോകും. ഇപ്പോൾ തിരുവനന്തപുരത്ത് CPI മത്സരിക്കുമ്പോൾ CPIയുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി CPMകാർ പ്രവർത്തിക്കത്തില്ല. ഇവരെല്ലാം ആറ്റിങ്ങലിലേക്ക് പോകും. ആറ്റിങ്ങലിൽ അതിശക്തമായ മത്സരമാണ് നടക്കുന്നത്. കാരണം അവിടെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയാണ് മത്സരിക്കുന്നത്, വർക്കല MLA ആണ്. പിന്നെ കേന്ദ്രമന്ത്രി മുരളീധരൻ BJPയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ്. അതുകൂടാഞ്ഞിട്ട് സിറ്റിംഗ് MP ആയ അടൂർ പ്രകാശ്, ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഇടമാണ്. അതുകൊണ്ട് ആറ്റിങ്ങൽ മണ്ഡലം തിരിച്ചു പിടിക്കാനായിട്ട് CPM ശ്രമിക്കും. ഇത് പണ്ടേ ഉള്ളതാണ്. CPIക്കാർ ഇവിടെ നിൽക്കുമ്പോൾ CPMകാർ ഈ മണ്ഡലത്തിൽ പ്രവർത്തിക്കാൻ ഉണ്ടാകത്തില്ല. അപ്പോൾ പന്ന്യൻ രവീന്ദ്രനെ അത് സൂക്ഷിക്കുക. ഇക്കാര്യത്തിനകത്ത് എത്ര CPMകാരെ ഇവിടെ നിർത്താൻ കഴിയും എന്നുള്ളത്. അതുകൊണ്ട് ഈ CPIയുടെ 4 സീറ്റിൽ എത്ര കയ്യിൽ വരും എന്നുള്ളത് നമുക്കിനിയും കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്.